എല്ലാവർക്കും MCA4ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ കൺസ്യൂമറിസം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. കൺസ്യൂമറിസം ഇൻ ഇന്ത്യ. ഫസ്റ്റ് പാർട്ട്, ഈസ് ഇന്ത്യൻ കൺസ്യൂമർ എ കിങ്? ഈസ് ഇന്ത്യൻ കൺസ്യൂമർ എ കിങ്? After the liberalization and globalization of Indian economy, we find the Indian market flooded with a large variety of consumer products and services. ഇന്ത്യൻ എക്കണോമിയിൽ ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും പോളിസീസ് ഗവൺമെൻറ് എടുത്തതിന് ശേഷം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് കൺസ്യൂമർ ഗുഡ്സും പ്രോഡക്ട്സും സർവീസസും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കൺസ്യൂമർ ഒരു TV വാങ്ങാൻ പോവുകയാണെങ്കിൽ നമുക്കറിയാം ഒന്നിലധികം ബ്രാൻഡിലെ പല വെറൈറ്റി ഓഫ് TVകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി ഒരു കൺസ്യൂമറിന് ദാഹിക്കുകയാണെങ്കിൽ ലാർജ് വെറൈറ്റി ഓഫ് കോൾഡ് ഡ്രിങ്ക്സ് നമുക്ക് മാർക്കറ്റിൽ പല ഫ്ലേവറിൽ പലതരത്തിലുള്ള കോൾഡ് ഡ്രിങ്ക്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി ഒരു കൺസ്യൂമറിന് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ കണക്ടിവിറ്റി ആണെങ്കിൽ പല ഒന്നിലധികം മൊബൈൽ പ്രൊവൈഡേഴ്സ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. അവരിൽ നിന്ന് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കണക്ഷൻ എടുക്കാവുന്നതാണ്. ഇനി ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമൊബൈൽസുമായി ബന്ധപ്പെട്ട ഒരുപാട് കമ്പനികൾ ഇന്ന് നിലവിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് വാങ്ങാൻ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ബാങ്ക്സും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അത് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള ലോൺസും ക്രെഡിറ്റ് ഫെസിലിറ്റീസും ബയേഴ്സിന് ബാങ്ക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും വി ക്യാൻ സേഫ്ലി അസ്യൂം ദാറ്റ് ഇന്ത്യൻ കൺസ്യൂമർ ഈസ് എ കിങ്. അപ്പം ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ സാധിക്കും ഇന്ത്യൻ കൺസ്യൂമർ ഒരു കിങ് ആണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഒരു കൺസ്യൂമർ ഇന്ത്യയിലെ ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും പോളിസീസൊക്കെ നടപ്പിലാക്കിയതിന് ശേഷം ഒരു കൺസ്യൂമറിന് അവരുടെ ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ ഏതാണോ അതിൻ്റെ പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ പല വെറൈറ്റിയുള്ള പ്രോഡക്ട്സുകൾ ലഭ്യമാണ്. അത് വാങ്ങാൻ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ക്യാഷ് ഇല്ലെങ്കിൽ ആ ക്യാഷ് തരുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ലോൺസും EMI തരുന്നതിന് വേണ്ടിയിട്ട് ബാങ്ക്സും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും റെഡിയാണ്. അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമുക്ക് പറയാൻ സാധിക്കും, അസ്യൂം ചെയ്യാൻ സാധിക്കും ഇന്ത്യൻ കൺസ്യൂമറിനെ ഒരു കിങ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ കൂടുതലായിട്ട് എക്സാമിൻ ചെയ്യുമ്പോൾ ഇന്ത്യൻ കൺസ്യൂമർ ഒരു കിങ് തന്നെയാണോ, ഒരു രാജാവ് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഒരു TV വാങ്ങാനാണെങ്കിൽ പല ബ്രാൻഡിലുള്ള TV പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ പലതും നമുക്ക് നിലവിലെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല TV ബ്രാൻഡ്സും സബ് സ്റ്റാൻഡേർഡ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ പുറകോട്ടാണ്. ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇനി നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ടുള്ള കൊക്കക്കോളയും പെപ്സിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള പെസ്റ്റിസൈഡ് കണ്ടന്റ് നമ്മൾ അതിൽ കണ്ടെത്തിയതായിട്ട് പലതരത്തിലുള്ള വാർത്തകൾ, ഇന്റർനാഷണൽ സ്റ്റാൻഡിനേക്കാളും കൂടിയ അളവിൽ പെസ്റ്റിസൈഡ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ ബോട്ടിലിന്റെ കേസ് ആണെങ്കിൽ മനുഷ്യന്റെ ഹ്യൂമൻ കൺസെപ്ഷന് ഹാനികരമായിട്ടുള്ള പല മെറ്റൽസിന്റെയും കെമിക്കൽസിന്റെയൊക്കെ മെറ്റൽ സാന്നിധ്യം നമുക്ക് അതിൽ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ബ്രാൻഡഡ് ആയിട്ടുള്ള പാസ്ചറൈസ്ഡ് മിൽക്കിന്റെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് കോളിഫോം പോലെയുള്ള ഈക്കോളി പോലെയുള്ള ബാക്ടീരിയാസിനെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. അത് നമുക്ക് പലതരത്തിലുള്ള യൂറിനറി ഇൻഫെക്ഷൻ പോലെയുള്ള പല പ്രശ്നങ്ങൾക്കും കാരണമായിട്ട് തീരുന്നുണ്ട്. Even the services which are being provided to the consumers by public as well as by the private sector organization are of poor quality. അപ്പോൾ നമ്മൾ ഏത് മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കൺസ്യൂമേഴ്സിന് ലഭിക്കുന്നത് അത് ഗവൺമെന്റ് സ്ഥാപനമാണെങ്കിലും പ്രൈവറ്റ് സ്ഥാപനമാണെങ്കിലും പുവർ ക്വാളിറ്റി, വളരെ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളാണ് ഇന്ത്യയിലെ കൺസ്യൂമേഴ്സിന് ലഭിക്കുന്നത്. നമുക്കിപ്പോൾ ഇലക്ട്രിസിറ്റി പവറിന്റെ കേസിലാണെങ്കിൽ തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി വോൾട്ടേജ് പലപ്പോഴും ഈ പറയുന്ന വൈകിട്ടായി കഴിയുമ്പോഴത്തേക്കും ഫ്ലക്ച്വേറ്റ് ആവുന്നുണ്ട്, വ്യത്യാസം വരുന്നുണ്ട്. നമ്മുടെ ടെലിഫോണിന്റെ കേസ് പറയുകയാണെങ്കിൽ മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെലിഫോൺ പലപ്പോഴും നമുക്ക് കട്ടാവുന്ന അവസ്ഥ വരുന്നുണ്ട്. അപ്പം അങ്ങനെ അവെയർ ആയതുകൊണ്ട് തന്നെ അവർ അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പം അങ്ങനെ നല്ല രീതിയിലുള്ള സേവനങ്ങളും പ്രോഡക്റ്റും ലഭിക്കാത്തത് കൊണ്ട് നമുക്ക് ഇന്ത്യൻ കൺസ്യൂമറിനെ ഒരു ക്രൗൺലെസ് കിങ് എന്നേ വിളിക്കാൻ സാധിക്കത്തുള്ളൂ.
നെക്സ്റ്റ് ടോപ്പിക്ക് മീനിങ് ഓഫ് കൺസ്യൂമറിസം. എന്താണ് കൺസ്യൂമറിസം? അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ പലപ്പോഴും പ്രോഡക്റ്റുകൾ കൺസ്യൂമേഴ്സ് പ്രോഡക്റ്റ് വാങ്ങുമ്പോഴത്തേക്കും അവർ പ്രതീക്ഷ എത്രയും ക്വാളിറ്റി അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് ആ പ്രോഡക്റ്റിൽ നിന്ന് ലഭിക്കാറില്ല. അപ്പോൾ അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ, ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചേക്കാളും വളരെ കുറവായിരിക്കും നമുക്ക് ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് എന്താണോ നമുക്ക് ലഭിച്ചത് എന്താണോ അത് തമ്മിൽ വലിയ ഗ്യാപ്പ് ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഈ പറയുന്ന കൺസ്യൂമേഴ്സിന് ഈ അവർ എക്സ്പെക്ട് ചെയ്യുന്നതും അവർക്ക് ലഭിക്കുന്നതും തമ്മിലുള്ള ആ വ്യത്യാസം അത് അവർക്ക് ഇൻടോളറബിൾ ആയി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും പല കൺസ്യൂമേഴ്സും ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ബയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രൊട്ടസ്റ്റ് ആണ് ഒരു പുതിയൊരു കൺസെപ്റ്റിന്റെ ഫോർമേഷന് കാരണമായിട്ടുള്ളത്. കൺസ്യൂമറിസം എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഫോർമേഷന് കാരണമായിട്ടുള്ളത്. കൺസ്യൂമറിസം എ നെയിം ഗീവൻ ടു ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അതിന്റെ ഫോർമേഷൻ വിളിക്കുന്ന പേരാണ് കൺസ്യൂമറിസം. കൺസ്യൂമറിസത്തിന് പല ഓതേഴ്സും പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഡെഫിനേഷൻസ് എല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൺസ്യൂമറിസം ഈസ് ആൻ ഓർഗനൈസ്ഡ് എഫേർട്ട് ഓഫ് കൺസ്യൂമേഴ്സിന്റെ ഒരുമിച്ച് കൂടിച്ചേർന്നുള്ള ഒരു എഫേർട്ടാണ് കൺസ്യൂമറിസം. അവരുടെ അവകാശങ്ങൾ, റൈറ്റ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എഫേർട്ടാണ് കൺസ്യൂമറിസം. Second, consumerism is concerned with increasing rights and powers of consumers in relation to seller. കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സും പവേഴ്സും ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടാണ് കൺസ്യൂമറിസം. 3, oriented towards ending the malpractices of business community. ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യുന്ന മാൽപ്രാക്ടീസസ് അവസാനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കൺസ്യൂമറിസം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. എയിംഡ് അറ്റ് ഒബ്റ്റെയിനിങ് adequate relief to the aggrieved consumers. അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള കൺസ്യൂമേഴ്സിന് adequate ആയി ന്യായമായിട്ടുള്ള റിലീഫ് മെഷേഴ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൺസ്യൂമറിസം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് പോയിന്റ്, എ മൂവ്മെന്റ് പ്ലേസിംഗ് മോർ സ്ട്രെസ് ഓൺ ദ പ്രൊട്ടക്ഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ആൻഡ് ഫിസിക്കൽ സേഫ്റ്റി. അതായത് കൺസ്യൂമേഴ്സിന്റെ സാമ്പത്തിക താല്പര്യത്തോടൊപ്പം തന്നെ ഫിസിക്കൽ സേഫ്റ്റിയും ഉറപ്പാക്കുന്നത് കൂടിയാണ് കൺസ്യൂമറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, എ സൈക്കോളജിക്കൽ പ്രൊജക്ഷൻ ഓഫ് ദി നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഡിസാറ്റിസ്ഫൈഡ് കൺസ്യൂമേഴ്സ്. അപ്പൊ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വാങ്ങിയിട്ട് അതിൽ സാറ്റിസ്ഫൈഡ് ആകാത്ത കൺസ്യൂമേഴ്സിന്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡിന്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രൊജക്ഷൻ ആണ് കൺസ്യൂമറിസം. നെക്സ്റ്റ് പോയിന്റ്, എ മൂവ്മെന്റ് എൻകംപസിംഗ് വേരിയസ് മെഷേഴ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഗവൺമെന്റ്, ബിസിനസ്, വോളണ്ടറി ഓർഗനൈസേഷൻ ആൻഡ് കൺസേൺഡ് കൺസ്യൂമേഴ്സ് ടു അച്ചീവ് എ കൺസ്യൂമർ വെൽഫെയർ. കൺസ്യൂമറിന് വെൽഫെയർ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട്, കൺസ്യൂമേഴ്സിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന്, ബിസിനസിന്റെ ഭാഗത്തു നിന്ന്, വോളണ്ടറി ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്ന്, കൺസ്യൂമേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന മെഷേഴ്സിനും ആക്ടിവിറ്റീസിനും പറയുന്നതാണ് കൺസ്യൂമറിസം. അപ്പൊ കൺസ്യൂമറിസം എന്ന് പറയുന്നത് ഒരു പുതിയ കൺസെപ്റ്റ് ആണ്. കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പൊ അവരെ ബിസിനസ് കമ്മ്യൂണിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവരിലുണ്ടാകുന്ന ഈ പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ അജിറ്റേഷൻ, അത് ആണ് കൺസ്യൂമറിസം എന്ന് പറയുന്ന കൺസെപ്റ്റിലോട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. കൺസ്യൂമറിസം എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിന്റെ ഒരു ഓർഗനൈസ്ഡ് എഫേർട്ടാണ്. കൺസ്യൂമറിസം കൊണ്ട് കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സും പവേഴ്സും ഇൻക്രീസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കൺസ്യൂമറിസം കൊണ്ട് ബിസിനസ് കമ്മ്യൂണിറ്റീസിന്റെ മാൽ പ്രാക്ടീസസ് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. കൺസ്യൂമറിസം കൊണ്ട് പ്രശ്നം അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത കൺസ്യൂമേഴ്സിന് അവർക്ക് റിലീഫ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്.
കൺസ്യൂമറിസം എക്കണോമിക് ഇൻട്രസ്റ്റിനോടൊപ്പം തന്നെ ഫിസിക്കൽ സേഫ്റ്റി, ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഫിസിക്കലായിട്ട് സേഫ്റ്റി ഉറപ്പാക്കുക എന്നുള്ളതും കൺസ്യൂമറിസം ഭാഗമായിട്ട് വരുന്നതാണ്. കൺസ്യൂമറിസം എന്ന് പറയുന്നത് ഡിസാറ്റിസ്ഫൈഡ് കൺസ്യൂമേഴ്സിന്റെ നെഗറ്റീവ് ആറ്റിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ പ്രൊജക്ഷൻ ആണ് കൺസ്യൂമറിസം. കൺസ്യൂമറിസം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, ബിസിനസ്, വോളണ്ടറി ഓർഗനൈസേഷൻസ്, കൺസ്യൂമേഴ്സിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന കൺസ്യൂമേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടി ഉണ്ടാകുന്ന മെഷേഴ്സിനെയും ആക്ടിവിറ്റീസുമാണ് കൺസ്യൂമറിസം എന്ന് പറയുന്ന വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് വേൾഡ് കൺസ്യൂമർ മൂവ്മെന്റ്. വേൾഡ് കൺസ്യൂമർ മൂവ്മെന്റ്. ലോകത്ത് കൺസ്യൂമർ മൂവ്മെന്റിന്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കും ആദ്യകാലം മുതലേ ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന കാലം മുതലേ കൺസ്യൂമർ പ്രോഡക്റ്റ് വാങ്ങാൻ തുടങ്ങിയ ആദ്യകാലം മുതലേ നമുക്ക് ഈ പറയുന്ന കൺസ്യൂമറിസത്തിന്റെ തുടക്കം കാണാൻ സാധിക്കുന്നതാണ്. ഹി ആസ്പിയർഡ് ഈക്വൽ ഇഫ് നോട്ട് മോർ യൂട്ടിലിറ്റി ഫോർ ദ സാക്രിഫൈസ് ഹി മെയ്ഡ്. നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി എന്താണോ സാക്രിഫൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നതിനേക്കാളും ഒന്നെങ്കിൽ ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ കൂടുതലായിരിക്കണം. ഇപ്പം ഞാനൊരു സാധനം കടക്കാരന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ കടക്കാരിൽ നിന്ന് ലഭിക്കുന്ന സാധനം ഒന്നെങ്കിൽ ഈക്വലന്റ് വാല്യൂ ഉള്ളതായിരിക്കണം, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഉള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് ആയി മാറത്തുള്ളൂ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൊണ്ട് കൺസ്യൂമേഴ്സിന് ഒരുപാട് പ്രോഡക്റ്റ് ലഭിക്കാൻ തുടങ്ങിയാലും ഈ ക്യാപിറ്റലിസ്റ്റ് ടെൻഡൻസീസ് കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലോട്ട് കൊണ്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. കൺസ്യൂമർ മൂവ്മെന്റിന്റെ റൂട്ട്സ് അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ് നമുക്ക് USA കാണാൻ സാധിക്കുന്നത്. ദ ലാൻഡ് ഓഫ് ദ വേൾഡ് റിനൗണ്ട് കൺസ്യൂമർ ആക്ടിവിറ്റിസ്റ്റ്, അതായത് ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന കൺസ്യൂമർ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള റാൽഫ് നാദർ ആണ് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. In that country, the movement for consumer protection began to crystallize as early as the late 19th century. USA-യിലെ ലേറ്റ് 19th സെഞ്ചുറിയിലാണ് കൺസ്യൂമർ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പലതരത്തിലുള്ള കൺസ്യൂമർ റീജിയണൽ ആയിട്ടും ലോക്കൽ ആയിട്ടും കൺസ്യൂമർ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടാണ് കൺസ്യൂമർ മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. പലതരത്തിലുള്ള സ്കാൻഡൽസ്, തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടിയിട്ട് US ഫെഡറൽ ലെജിസ്ലേഷൻസ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൺസ്യൂമർ ഗ്രൂപ്പ്സ് ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ലോകത്ത് ആദ്യമായിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയിട്ടത് USA-യിലാണ് 1872. അതിനുശേഷം പിന്നീടുള്ള വർഷങ്ങളിൽ ഈ ആക്ടിൽ പലതരത്തിലുള്ള എനാക്ട്മെന്റും കൊണ്ടുവന്നിട്ടുണ്ട്. കൺസ്യൂമേഴ്സിന്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടുള്ള എനാക്ട്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കൺസ്യൂമറിസം എന്ന് പറയുന്ന കൺസെപ്റ്റിന് അമേരിക്കയിൽ കൂടുതലായിട്ട് സ്ട്രെങ്തൻ ലഭിച്ചു തുടങ്ങിയത് ലേറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ജോൺ എഫ് കെന്നഡിയുടെ കാലത്താണ്. ജോൺ എഫ് കെന്നഡി US കോൺഗ്രസിൽ കൺസ്യൂമർ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ മെസ്സേജ് അവതരിപ്പിക്കുകയുണ്ടായി. Preamble to his consumer message to the Congress in March 1962, he highlighted the following rights of the consumers which were enunciated in the new famous Consumer Bill of Rights. പ്രധാനപ്പെട്ട റൈറ്റ്സ്: റൈറ്റ് ടു സേഫ്റ്റി, 1 റൈറ്റ് ടു സേഫ്റ്റി, 2 റൈറ്റ് ടു ബി ഇൻഫോംഡ്, 3 റൈറ്റ് ടു ചൂസ്, 4 റൈറ്റ് ടു ബി ഹേർഡ് എന്ന് പറയുന്ന 4 റൈറ്റ് ആണ് അന്ന് US കോൺഗ്രസിലെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ലോകത്തിലെ തന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് കൺസ്യൂമർ യൂണിയൻസ് ഫോം ചെയ്തത് 1960-ലാണ്. ലോകത്തിലെ തന്നെ 5 കൺസ്യൂമർ ഓർഗനൈസേഷൻ, USA-യിലെയും UK-യിലെയും ഓസ്ട്രേലിയയിലെയും ബെൽജിയയിലെയും നെതർലൻഡിലെയും കൺസ്യൂമർ ഓർഗനൈസേഷൻ കൂടിയാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് കൺസ്യൂമർ യൂണിയൻസ് IOCU രൂപീകരിച്ചത്. കൺസ്യൂമർ പ്രൊട്ടക്ഷന്, കൺസ്യൂമർ വെൽഫെയറിന് വേണ്ടിയിട്ട് ഗ്ലോബൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ അതിനുശേഷം 1994 അവസാനത്തോടു കൂടി
ഏകദേശം 83 രാജ്യങ്ങളിൽ 203ഓളം മെമ്പേഴ്സ് 200ഓളം മെമ്പേഴ്സ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് കൺസ്യൂമർ യൂണിയൻസിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ടോപ്പിക് കൺസ്യൂമർ മൂവ്മെന്റ് ഇൻ ഇന്ത്യ. കൺസ്യൂമർ മൂവ്മെന്റ് ഇൻ ഇന്ത്യ. കൺസ്യൂമർ മൂവ്മെന്റ് ഇൻ ഇന്ത്യ ടു സ്റ്റാർട്ടഡ് ലേറ്റ് ആസ് കമ്പയർഡ് ടു ദ വെസ്റ്റേൺ കൺട്രീസ്. അപ്പം മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇന്ത്യയിൽ വളരെ ലേറ്റ് ആയിട്ടാണ് കൺസ്യൂമർ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 4 സ്റ്റേജ് ആയിട്ടാണ് ഇന്ത്യയിൽ കൺസ്യൂമർ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, ബേസിക് ഐഡിയ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിന് അവരുടെ റൈറ്റ്സിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അത് ന്യൂസ് പേപ്പറിലും മാഗസിനിലൂടെയും എക്സിബിഷനിലൂടെയും പബ്ലിക് സ്പീച്ചസിലൂടെയാണ് അത് അവയർനെസ് കൊടുത്തത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ബോയ്കോട്ടിംഗ് ഓഫ് ഗുഡ്സ്, പിക്കറ്റിംഗ്, ഹോൾഡിംഗ്, ഡെമോൺസ്ട്രേഷൻസ് എക്സെട്ര. അതായത് കൺസ്യൂമേഴ്സിനെ ചൂഷണം ചെയ്യുന്ന ഗുഡ്സ് ബോയ്കോട്ട് ചെയ്യുക, ബഹിഷ്കരിക്കുക, ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ സ്റ്റേജിലൂടെ നടപ്പിലാക്കിയത്. ദിസ് റിസൾട്ടഡ് ഇൻ ടു ദ എമർജൻസ് ഓഫ് ദ തേർഡ് സ്റ്റേജ് ഓഫ് കൺസ്യൂമർ മൂവ്മെന്റ് വെയർ ദ പ്രൊഫഷണലി മാനേജ്ഡ് കൺസ്യൂമർ ഓർഗനൈസേഷൻ പ്ലേഡ് എ വൈറ്റൽ റോൾ. അതിനുശേഷം മൂന്നാമത്തെ ലെവലിലാണ് കൺസ്യൂമർ ഓർഗനൈസേഷൻസ് പ്രധാനപ്പെട്ട റോള് വഹിച്ചിട്ടുള്ളത്. അവർക്ക് കൺസ്യൂമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള കൺവെൻഷണൽ ആക്ടിവിറ്റീസ് അവർ ചെയ്തിട്ടുണ്ട്. കൺസ്യൂമേഴ്സ് കംപ്ലൈന്റ് സ്വീകരിച്ചു, പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ലിറ്റിഗേഷൻ, അഡ്വോക്കസി, റിസർച്ച്, ലാബോറട്ടറി ടെസ്റ്റിംഗ് പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നു. അതിനുശേഷം ലാസ്റ്റ് സ്റ്റേജിൽ 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയോടുകൂടിയാണ് ഇന്ത്യയിലെ തന്നെ കൺസ്യൂമർ മൂവ്മെന്റിന്റെ ലാൻഡ്മാർക്ക് ആയിട്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയിലെ കൺസ്യൂമർ മൂവ്മെന്റ് നമുക്ക് നാല് സ്റ്റേജിലൂടെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ആദ്യത്തെ സ്റ്റേജിൽ ന്യൂസ് പേപ്പറിലൂടെയും മാഗസിനിലൂടെയും എക്സിബിഷനിലൂടെയും കൺസ്യൂമറിന് അവയർനെസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ കൺസ്യൂമേഴ്സിനെ ചൂഷണം ചെയ്യുന്ന പ്രോഡക്റ്റുകൾ, കൺസ്യൂമേഴ്സിനെ ഫ്രോഡ്, കൺസ്യൂമേഴ്സിന്റെ എക്സ്പെക്ടേഷനോടും വരാത്ത പ്രോഡക്റ്റുകൾ ബഹിഷ്കരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. മൂന്നാമത്തെ സ്റ്റേജിൽ ഈ കൺസ്യൂമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവരുടെ കംപ്ലയിൻസ് ഹാൻഡിൽ ചെയ്യുക, അവർക്ക് പലതരത്തിലുള്ള റിസർച്ച്, ലാബോറട്ടറി ടെസ്റ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ സ്റ്റേജ്. അതിനുശേഷം നാലാമത്തെ സ്റ്റേജിലാണ് അവർക്ക് വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടുള്ള നിയമം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പാസ്സാക്കിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും ഇന്ത്യയിലെ കൺസ്യൂമറിസം എന്ന് പറയുന്നത് വെൽ ഡെവലപ്ഡ് അല്ല. ഇന്ത്യയിൽ ഒന്നിലധികം കുറെ കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ഉണ്ട്. കൺസ്യൂമേഴ്സിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ഉണ്ട്. അതിൽപ്പെട്ട ചിലതാണ് കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ, CGSI, മുംബൈ ആൻഡ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ അഹമ്മദാബാദ്, വിച്ച് ആർ ഡൂയിങ് ദ കമൻഡബിൾ വർക്ക് സിൻസ് 1993. അപ്പൊ അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കുറെ കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. Over the years, the government of India has enacted many legislation which seeks to protect one or more right of the consumers. ഇത് കൂടാണ്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കൂടാണ്ട് കൺസ്യൂമേഴ്സിന്റെ പലതരത്തിലുള്ള റൈറ്റ്സ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വേറെയും കുറെ നിയമങ്ങൾ ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. അതിൽ പെടുന്നതാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് 1940, പ്രിവെൻഷൻ ഓഫ് ഫുഡ് അൾട്ടറേഷൻ ആക്ട് 1954, എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1955, ട്രേഡ് ആൻഡ് മെർക്കൻഡൈസ് ആക്ട് 1958, എക്സെട്ര, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, കോമ്പറ്റീഷൻ ആക്ട്, ഇങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ കൺസ്യൂമേഴ്സിന്റെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. There are thus a large number of legislation which seeks to protect the interest of the consumers. അപ്പൊ അങ്ങനെ ഒരുപാട് നിയമങ്ങൾ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. അതിൽ കോമൺ ആയിട്ട് വരുന്ന കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഈ നിയമങ്ങൾ എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. നിയമങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യയിൽ ഒരുപാട്, പക്ഷെ കൺസ്യൂമേഴ്സിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നിയമങ്ങൾ കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോരായ്മയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സ് പ്രധാനമായിട്ടും നമ്മൾ എടുത്തു പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടില് പ്രധാനമായിട്ടും 6 റൈറ്റ്സ് ആണ് കൺസ്യൂമേഴ്സിന് ലഭിക്കുന്നത്. The Act aims at promoting and protecting the following rights of consumers. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്
കൺസ്യൂമേഴ്സിന്റെ 6 റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. 1 റൈറ്റ് ഓഫ് സേഫ്റ്റി, 2 റൈറ്റ് ടു ബി ഇൻഫോംഡ്, 3 റൈറ്റ് ടു ചൂസ്, 4 റൈറ്റ് ടു ബി ഹേർഡ്, 5 റൈറ്റ് ടു റിഡ്രസൽ, 6 റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. അപ്പൊ ഈ 6 റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയിട്ട് ഉള്ളത്. പിന്നെ അതുകൂടാണ്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 3 ടയർ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെഡ്രസൽ സിസ്റ്റം ഫോം ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ട്രിക്ട് ലെവലിലുണ്ട്, സ്റ്റേറ്റ് ലെവലിലുണ്ട്, നാഷണൽ ലെവലിലുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇന്ത്യയിലെ കൺസ്യൂമറിസം എന്ന് പറയുന്നത് ഇൻഫൻസി സ്റ്റേജിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കൺസ്യൂമർ മൂവ്മെന്റിലുള്ള ഗ്രോത്തിനുള്ള കുറവിനുള്ള കാരണങ്ങളായിട്ട് പറയാൻ സാധിക്കുന്നത് പോവർട്ടി, ഇല്ലിറ്ററസി, ഇൻഡിഫറൻസ് ഓഫ് ലിറ്ററേറ്റ്സ്, പുവർ ഓർഗനൈസേഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, പുവർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ റിലവന്റ് ലോസ് ഒക്കെയാണ് ഇതിനുള്ള കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. Consumerism mobilizes the energies of consumers, businessmen and government leaders to seek solutions to several complex problems in a ടെക്നോളജിക്കൽ ആൻഡ് അഡ്വാൻസ്ഡ് സൊസൈറ്റി. അപ്പോൾ ഒരു ടെക്നോളജിക്കൽ ആയിട്ടുള്ള അഡ്വാൻസ് സൊസൈറ്റിയിൽ കൺസ്യൂമേഴ്സിന് ഫേസ് ചെയ്യുന്ന പലതരത്തിലുള്ള കോംപ്ലക്സ് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് ആണ് നമ്മൾ കൺസ്യൂമേഴ്സിലൂടെ കണ്ടെത്തുന്നത്. അപ്പോൾ കൺസ്യൂമറിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വന്നതോടുകൂടി കൺസ്യൂമേഴ്സ് കൂടുതലായിട്ട് അവെയർ ആയതോടുകൂടി ഏത് ബിസിനസ് സ്ഥാപനമാണോ കൺസ്യൂമേഴ്സിന്റെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ട് നല്ല പ്രോഡക്ട്സ് കൊടുക്കുന്നത്, അവർ മാത്രമേ ലോങ് റണ്ണിൽ മാർക്കറ്റിൽ സർവൈവ് ചെയ്യത്തുള്ളൂ.